ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആകാറായി. ആയിട്ടില്ല, ആകാറായി. ഞാനിങ്ങനെ ചിന്തിച്ചപ്പം വിചാരിച്ച് ഞാൻ ഇവളോട് സംസാരിച്ചിരുന്നു. അതായത് ഈ ചാനൽ തുടങ്ങിയിട്ട് നമ്മളെ ഒരു യൂട്യൂബ് ജേണി ഉണ്ടല്ലോ, അതായത് ഒരു ലൈഫിൽ നിന്ന് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയപ്പം നമുക്കുണ്ടായ ചില ചേഞ്ചസ് അത് നിങ്ങളോട് വന്ന് പറയണമെന്ന് നമുക്കൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളോട് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മേ ബി നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒരു കപ്പിൾസോ അല്ലെങ്കിൽ സോളോ ആയിട്ട് നിൽക്കുന്ന ആളോ ആണെങ്കിൽ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഒരു ഇൻസ്പയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. പൊതുവെ എല്ലാവരും ഭയങ്കര വലിയ അറിയപ്പെടുന്ന ആൾക്കാരായിട്ടായിരിക്കും അവരുടെ ജേർണി ഫസ്റ്റിലെ തൊട്ടേ പറയുന്നത്. അപ്പൊ തന്നെ അവർ ഏകദേശം ഒരു 4-5 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും അവരവരെ ജേർണിയെ പറ്റി സംസാരിക്കും. പക്ഷെ നമ്മൾ ഇനീഷ്യലി പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു പ്രോസസ്സാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബ് അല്ല, നോർമൽ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ ചിലപ്പം വിജയിക്കാം, ചിലപ്പം തോറ്റുപോകാം, പക്ഷെ ശ്രമിച്ചാൽ വിജയിക്കും. അതാണ് യൂട്യൂബിന്റെ ഒരു ആൽഗോരിതം. അതുപോലെ തന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെയും ആൽഗോരിതം. പിന്നെ ഇറങ്ങിയ ഉടനെ വ്യൂസിനും ലൈക്സിനും വേണ്ടി മാത്രം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളെവിടെ എത്തുമെന്ന് ഞാൻ പറയില്ല. ഞാൻ എന്തായാലും സക്സസ് ആയിട്ട് യൂട്യൂബ് കൊണ്ടുപോകുന്നതിന്റെ ഒരു കീ പ്ലാൻ പറഞ്ഞുതരാം. അതെന്താണെന്നറിയാം? നിനക്കെന്താണെന്നറിയാം? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വീഡിയോസ്, ഹാപ്പിനെസ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിൽ പണം കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഒരു കാര്യമില്ല. അത് ശരിയാണ്, പക്ഷെ നല്ല പൈസ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇതൊക്കെ. പക്ഷെ അതൊരു സെക്കൻഡറി ഓപ്ഷൻ ആക്കി വെച്ചിട്ട് പ്രയോറിറ്റി ഹാപ്പിനെസ്സിന് സൈഡായിട്ട് ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് ആരും പറയൂല. പക്ഷെ എന്ന് വെച്ച് നമ്മൾ ഇത് പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾവേസ് ഗ്രീഡിയും സെൽഫിഷും ആയി പോകും. അങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് വേണം കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെ യൂട്യൂബ് ജേണിയെ പറ്റിയിട്ട് പറഞ്ഞുതരാം. ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. യൂട്യൂബിന് മുന്നേയും യൂട്യൂബിന് ശേഷമുള്ള നിന്റെ ലൈഫിലെ ചേഞ്ചസ് ഉണ്ടല്ലോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർക്ക് നമ്മളെ ഭയങ്കര എന്താ, അതായത് ഫെയിമായി ഭയങ്കര ഫേമസ്. ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആണ്. ഇൻസ്റ്റയില് കുറെ പേർക്ക് ആൾക്കാർക്ക് അറിയാം. ഇൻസ്റ്റാഗ്രാമില് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റർ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല. അത് ഞാൻ റീൽസ് മീൻസ് ഡാൻസ് റീൽസ് അങ്ങനെയുള്ള സാധനം, അല്ലാതെ കണ്ടന്റ് ബേസ് ഒന്നും ഞാൻ ഇടുന്നില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഡാൻസ് കളിക്കുന്നതുകൊണ്ട് അത്യാവശ്യം പേർക്ക് അറിയായിരുന്നു. ടിക്ടോക്ക് സ്റ്റാർ ആണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ പേര് പറയുമ്പോൾ ഇവന്റെ പേരും വരും, നമ്മളെ ചാനലിന്റെ പേര് പറയും. സോളോയിൽ നിന്ന് കപ്പിൾസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. ഇനി ഞാൻ എന്റേത് പറയാം. എനിക്കുണ്ടായ ചേഞ്ചസ് എന്ന് പറയുന്നതാണെങ്കിൽ, മുന്നേ ഞാൻ ഇവളുടെ ലവർ ആണല്ലോ. അതായത് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷവും തുടങ്ങിയതിന് മുന്നേ അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ ഈ ഒരു മൊബൈലിന്റെ മുന്നിൽ നിന്ന് എടുക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഈ ക്യാമറേന്റെ മുമ്പിൽ നിന്ന് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഉള്ള ആ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ചിന്. ഇതെങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എന്നെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ പോലെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും ഞാൻ ആലോചിച്ചു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവളോട് സെറ്റായതിനു ശേഷം കൂടി ഞാൻ ഇവളോട് ഫസ്റ്റ് പറഞ്ഞത് അതാണ്. അതായത് ഒരു ടൈം പീരീഡ് ആവുമ്പം നമുക്കിങ്ങനെ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് നല്ല കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടന്റ്സ് എല്ലാം ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം എനിക്ക് പേടി ഉണ്ടായത്, നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് നമ്മളെ പാർട്ട്ണർ എങ്കിൽ കുഴപ്പമില്ല, അതെ ഓപ്പോസിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പം പണിപാടും. പിന്നെ എന്താ, ഇപ്പം ഞാൻ വ്ലോഗ് എടുക്കാൻ ഇത്രയും വലിയ ഇതും ഇവനത് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണെങ്കിൽ ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അപ്പൊ അതിലും നല്ലതാണ്. പക്ഷെ എന്നാലും രണ്ടുപേരും ഒരേപോലെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു യൂസ് ഇല്ല. ലൈഫ് ബിഫോർ യൂട്യൂബ് ആണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ്. അപ്പൊ എനിക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെ കൊണ്ടുപോകണം, എന്തൊക്കെ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി നോൺ പേഴ്സൺ ആണ്. അതായത് എവിടെ എങ്ങനെ എന്ത് മാർക്കറ്റ് ചെയ്യണം എന്ന് എനിക്കറിയാം. പക്ഷെ നേരെ മറിച്ച് ഇവളാണെങ്കിൽ അതിനെ പറ്റി അറിയില്ല. ഇവൾ നോർമൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അത് മാത്രമേ ഇവൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. മീൻസ് എയിം ഇൻ ദ സെൻസ് ഒരു ആഗ്രഹം.
ഒരു അതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയതാണ്. കണ്ടന്റ് ക്രിയേഷൻ കുറച്ച് നല്ല മെമ്മറീസ്, നമുക്ക് വ്ളോഗ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ല ഏതെങ്കിലും ഒരു ടൈമിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്ന വ്ളോഗ്സിൽ. അത് സിമ്പിൾ ആണ്. മെമ്മറി അല്ലേ? അതായത് ഈ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് യൂട്യൂബ് മാത്രമല്ല, വീഡിയോസ്, ഫോട്ടോസ്, ഇക്കാര്യങ്ങളാണ്. കാരണം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി അതെല്ലാം കണ്ട് ആസ്വദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ കിടക്കണ്ടിക്കല് ഒരു സമയമുണ്ട്. കാരണം മനസ്സിൽ കിടന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മളത് മറന്നുപോകും. പക്ഷെ നേരെ മറിച്ച് ആ കാര്യങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇപ്പൊ നമുക്കൊരു കുട്ടികളെല്ലാം ഒരു ഫ്യൂച്ചർ അങ്ങനെ എത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും അത് റീക്യാപ്പ് ചെയ്ത് കാണുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ സന്തോഷം മനസ്സിലുണ്ടാവുക. ആ സമയത്ത് നമ്മൾ എത്ര കാലവർഷം മുന്നേ പുറകോട്ട് പോയോ ആ വർഷത്തിൽ പോയിട്ട് ഉള്ള മെമ്മറീസ് നമുക്ക് മനസ്സിലൂടെ ഓടും. അത് ലൈവായിട്ട് നമുക്ക് അവിടെ കാണാനും പറ്റും. അതാണ് ഓരോ സെക്കൻഡ്സ് നമ്മൾ എടുത്ത സാധനങ്ങളും കാണാൻ പറ്റും. അപ്പൊ നമ്മളെ ലൈഫ് ബിഫോർ യൂട്യൂബും ലൈഫ് ആഫ്റ്റർ യൂട്യൂബ് എന്ന് പറയുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നോർമലായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുവന്നതിനെക്കാട്ടും അപ്പുറം ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ മെനക്കെട്ടിട്ട് എഡിറ്റ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു, അവര് അഭിപ്രായം പറയുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അവരൊരു ലൈക്ക് ചെയ്യുമ്പോൾ അതും നമുക്കൊരു സന്തോഷം. ഇങ്ങനത്തെയാണ് നമുക്ക് ലൈഫ് ബിഫോർ യൂട്യൂബും ലൈഫ് ആഫ്റ്റർ യൂട്യൂബും ഉള്ളത്. അതിന് പുറമേ ഉണ്ടായത് നമ്മൾ ബിസിയായി. ഓരോ ദിവസം കഴിയുന്തോറും ഇത് ഇനി അടുത്തത് എന്ത് നമുക്ക് ചെയ്യാം, അടുത്തത് ഇനി ഏത് രീതിയിൽ നമുക്ക് ഇതിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം, ഈ കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പഠിച്ച്. അതാണ് ആഫ്റ്റർ ആൻഡ് ബിഫോർ. ആദ്യമായിട്ട് നമ്മൾ വ്ളോഗ് എടുത്ത ഒരു ദിവസമുണ്ട്. അപ്പാർട്ട് ഫ്രം ഷോർട്സ് വേറെ. ഷോർട്സ് എന്ന് പറയുന്നത് സാധാ കണ്ടന്റ് നമ്മൾ ഇൻസ്റ്റയിലും ചെയ്യുന്നത്. യൂട്യൂബിൽ ഫസ്റ്റത്തെ വ്ളോഗ് നിനക്ക് ഓർമ്മയുണ്ടോ? അയ്യോ അതേതായിരുന്നു? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലുലു മാളിൽ പോയത്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ ഇവിടെ കൊടുക്കാം, ഇതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോ ആ വീഡിയോ നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അത്തോ പിത്തോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന പോലെ. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് അത് നടക്കാനാവുന്ന പ്രായമാകുമ്പോൾ ആദ്യം പിച്ച വെച്ച് പിന്നെ പതിയെ പതിയെ കാല് രണ്ടും എണീച്ച് വെച്ച് വരുന്നില്ലേ, അതുപോലെ. അതായത് അതിന് നമ്മളെ മിസ്റ്റേക്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതില് എവിടെയല്ല എന്തെല്ലോ ആണ് കണ്ടന്റ്, ഒരുമാതിരി ഒരു കണ്ടന്റ് ആയിരുന്നു അത്. പക്ഷെ എന്തായാലും ആ സാധനം എടുക്കുമ്പോൾ നമുക്ക് എൻജോയ്മെന്റ് ആയി. നമുക്ക് ആദ്യം തന്നെ ഉണ്ടായത് വ്യൂസ്, അത്ര വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം 5 6 നമ്മൾ ഇതെന്താ ഇത്, ഒന്നും അങ്ങനെ പോണില്ലല്ലോ. അത് നമ്മൾ ആദ്യമേ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അതായത് ബാക്കിയുള്ള എല്ലാരെയും കാണുമ്പോൾ അവർ അത്ര വ്യൂസ് എടുക്കുന്നു, ഇവർ ഇത്ര വ്യൂസ് എടുക്കുന്നു. അപ്പൊ നമ്മളെ ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 വ്യൂസ്, പക്ഷെ അറ്റ്ലീസ്റ്റ് ആ 6 ആൾക്കാർ നമ്മളെ കാണാനുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. അതുപോലെ തന്നെ ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ഒരു മടിയുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ഇൻട്രോ എടുക്കാൻ തന്നെ ഏകദേശം 10-15 ടേക്ക് പോയിട്ടുണ്ട്. കാരണം നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് നമ്മൾ ഈ ലൈറ്റിൽ എടുക്കണോ, ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ അത് കണ്ട ഇപ്പൊ എന്തായി പോവാ, ഇങ്ങനത്തെ ഭയങ്കര എക്സൈറ്റ്മെന്റാ. പക്ഷെ അത് പിന്നീട് അത് ഗ്രാജുവലി അത് മാറി. പിന്നെ പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോ അയ്യോ, പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ നമ്മളെങ്ങനെയാണെന്നറിയാ, ആൾക്കാരെല്ലാം അങ്ങോട്ടെങ്ങാനും നോക്കിയിരിക്കുന്നതാണെങ്കിൽ നമ്മളൊരു സൈഡിലോ അല്ലെങ്കിൽ കോർണറിലോ പോയിരുന്നിട്ട് ഇങ്ങനെയാ നിൽക്കുക. നമ്മളെന്ന് വെച്ചാൽ നമ്മളെല്ലാരും ഇങ്ങനെ തുറച്ചു നോക്കും എന്തെന്നാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അന്ന് ഞാൻ എടുത്തൊരു റിസ്ക് ഉണ്ട്. അന്ന് ഷൈജു സാറ് കയ്യിൽ നിന്ന് ഹയർ ചെയ്തിട്ടുള്ള ഒരു ട്രൈപോഡും പിന്നെ ഒരു ഗോപ്രോവും, ഇതായിരുന്നു നമ്മളെ ഫസ്റ്റത്തെ വ്ളോഗിങ് സംഭവം. അതും പിടിച്ചിട്ടാണ് ഞാൻ ലുലു മാളിലോട്ട് അങ്ങോട്ടേക്ക് കൊണ്ട് നടക്കുന്നത്. അപ്പൊ അത്രയും ആൾക്കാർ നോക്കൂലേ? എല്ലാരും ഇങ്ങനെ നോക്കുന്ന സംഭവം അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് കൈ തന്നെ യൂസ് ചെയ്തിട്ട് എടുക്കാവുന്നേ. അതിനുശേഷം പിന്നെ നമ്മൾ ഫോൺ തന്നെ യൂസ് ചെയ്യുന്നത്. ഗോപ്രോയിൽ എന്തെല്ലാം ഒരു മിസ്റ്റേക്ക് വന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ മതിയേക്ക് അറിഞ്ഞൂടാ, അതാണ് ഒരു പ്രശ്നം. അതിനുശേഷം ഞാൻ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തു. മീനെല്ലാം പിടിച്ചിട്ടാൽ അതിലിങ്ങനെ മീൻ കാണുന്ന വിഷൻ ഇല്ലേ, ആ ഇതിലായിരുന്നു നമ്മള് ഫിഷ് ഐ വിഷൻ എന്ന് പറയും. ആ ഇതിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഐഫോണിലേക്ക് മാറിയപ്പം അത് സെറ്റായി. പക്ഷെ ഐഫോണിൽ മാറിയപ്പോഴും ഈ കംപ്ലീറ്റ് ക്യാപ്ചർ ആംഗിൾ ഒന്നും മര്യാദയ്ക്ക് നമുക്ക് ശരിയായില്ല. കാരണം ഇത് നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു മതി, അറിയില്ലല്ലോ. പിന്നെ അത് നമ്മൾ ചേഞ്ച് ചെയ്തു. ഓരോരോ അടുത്ത വീഡിയോസ് വരുന്നതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് പോയി. ക്യാമറയ്ക്ക് മുന്നിൽ ആരാണ് ഏറ്റവും കൂടുതൽ പേടിച്ചരണ്ട് അവസ്ഥ നിന്നത്, ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നിന്നവരായിരുന്നു? മടിച്ച് ആദ്യത്തേല് ഞാൻ മടിച്ചു നിന്നത് ഞാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് ഇവൾ ഓൾറെഡി
ക്യാമറക്ക് മുന്നിൽ നിന്നിട്ടും അതുപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസും ചെയ്തിട്ട് ശീലമുള്ള ഒരാളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ മുമ്പിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രല്ല ഇവൻ ക്യാമറയ്ക്ക് പുറകില് നല്ലോണം പണിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഫ്രണ്ട് ഓഫ് ക്യാമറയിൽ വരുന്നത് കാരണം ഈ നോർമൽ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേഷനിൽ ചെയ്യുന്ന സമയത്ത് എഡിറ്റിംഗ് വർക്ക്സും ബാക്കിയുള്ളതിന്റെ ക്യാമറ പോസ്റ്റ് വർക്ക്സ് അപ്ലോഡ് ചെയ്യുന്നോട്ട് അങ്ങോട്ടുള്ള ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക്സ് കംപ്ലീറ്റ്ലി ഞാനാണ് എടുക്കുന്നത്. കാരണം എന്റെ വർക്ക് അങ്ങനെയാണ്. ഞാൻ ഫ്രണ്ട് ഫേസ് കണ്ടിക്കൽ ഞാനൊരു മോഡൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ആങ്കർ ആയിരിക്കണം. പക്ഷെ ഞാൻ ഇത് രണ്ടുമല്ല. ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പിന്നീട് എനിക്ക് അങ്ങോട്ട് അതങ്ങൊരു ശീലായി. കാരണം എനിക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ കൂടെ അടുത്ത് നിന്ന് എടുക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പം ടങ് ട്വിസ്റ്റ് ആയി പോകും. ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഒന്നാമത് എന്റെ സ്ലാങ് അറിയാലോ, പ്രോപ്പർ തലശ്ശേരി സ്ലാങ് ആണ്. അപ്പൊ ഈ സ്ലാങ്ങിൽ സംസാരിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഫാസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരാ. ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു വീഡിയോ ഉണ്ട് ട്രിവാൻഡ്രം കണ്ണൂരിന്, വേഗം ഇറങ്ങൂ, നമ്മൾ പറയാം ബേങ്കി, വേഗം കീയു എന്ന് വെച്ചാൽ ഇറങ്ങൂ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേങ്കി അത് പെട്ടെന്ന് പറഞ്ഞു. അത് നമ്മളെ റീജിയണൽ വൈസ് ഉള്ള ഒരു ഇഷ്യൂ ആണത്. ഇഷ്യൂ അല്ല, നമ്മൾ ശീലിച്ച് വന്നത് അതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നു. അതെനിക്ക് വ്ളോഗിൽ നല്ലോണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. അത് എങ്ങനെയാണ് എനിക്ക് വന്നതെന്ന് വെച്ചാല്, അത് ഞാൻ ഓഫീസിൽ എനിക്ക് പല ആൾക്കാരുമായിട്ട് ഡീലിങ്സ് ഉണ്ട്. ആ സമയത്ത് പല ജില്ലക്കാരുമായിട്ട് സംസാരിച്ച് ഒരു പ്രോപ്പർ മലയാളം ലാംഗ്വേജിലേക്ക്, മീൻസ് മലയാളം സ്ലാങ്ങിലേക്ക് മാറാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മൊത്തം കച്ചറേ, ആടെ ഇറങ്ങി പാഞ്ഞ് ഇങ്ങനത്തെ ഭാഷയല്ലായിരിക്കും. അതായിരുന്നു എനിക്കുണ്ടായ ഒരു ക്യാമറ ഫിയർ. അത് പക്ഷെ പിന്നീട് അങ്ങോട്ട് മാറി. പിന്നെ നമ്മൾ പബ്ലിക്കിൽ എത്ര വട്ടം പബ്ലിക്കിൽ പോയി. ക്യാമറ ഫിയർ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്നു. നമ്മള് പിന്നെ കൊളാബ് ഷൂട്ടിനൊക്കെ വിളിച്ച് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ആ ചടപ്പൊക്കെ അങ്ങ് പോയി. പിന്നെ സംസാരിക്കാനും വലിയ പ്രശ്നമില്ല. സ്റ്റേജിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വലിയ പ്രശ്നമില്ല. എന്നാലും പബ്ലിക്കിനെ ഫേസ് ചെയ്തിട്ട് വ്ളോഗിൽ സംസാരിക്കാനായിട്ട് ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ട്. അത് പക്ഷെ പിന്നെ ശരിയായ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. നമ്മളെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഈ വ്ളോഗും എങ്ങനെയാ നമ്മളെ കംപ്ലീറ്റ്ലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നീ എങ്ങനെയാ മുന്നോട്ടേക്ക് കാണുന്നത്? ഇപ്പോഴോ നേരത്തെയോ? കല്യാണം കഴിഞ്ഞിട്ട് മുന്നേ ഓൾറെഡി നമുക്കറിയാലോ. ഞാൻ പറഞ്ഞത് യൂട്യൂബ് ഉള്ള സമയത്ത്, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള നമ്മുടെ റിലേഷൻഷിപ്പും വ്ളോഗിങ്ങും എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയത്? അത് നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്നില്ലല്ലോ. നമ്മുടെ ലൈഫിൽ വിട്ട കുറച്ച് കട്ടൗട്ട്സ് ആണല്ലോ യൂട്യൂബിൽ പോകുന്നത്. അതുകൊണ്ട് അതിനായിട്ട് അതുപോലെ നമ്മളെ അതിനായിട്ട് നമുക്ക് ചില സമയത്ത് നമ്മൾ ആക്ട് ചെയ്യേണ്ടി വരുന്നത് ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ. അത് യൂട്യൂബ് ഷോർട്സിന് വേണ്ടിയിട്ട് നമുക്ക് ആക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ വ്ളോഗിന് വേണ്ടിയിട്ട് നമുക്ക് അധികം ആക്ട് ചെയ്യേണ്ടി വരില്ല. റിയൽ ലൈഫ് നമ്മൾ ആ സമയത്ത് എന്ത് ഇൻസിഡന്റ് ആണോ നടക്കുന്നത്, അത് ഒരു ക്യാമറ കയ്യിലുണ്ടെന്ന്. പിന്നെ എന്നാലും ആക്ടിങ് അല്ല, എക്സാജറേഷൻ എന്നാണ് എനിക്ക് ഇതിനെ പറയേണ്ടത്. അതായത് ചാലഞ്ച് വീഡിയോസ് എല്ലാം യൂട്യൂബിലെല്ലാം ലോങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളെല്ലാം എക്സാജറേറ്റ് ചെയ്ത് പറയണം. കാരണം എന്നാലേ ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും, ഇപ്പം നമ്മൾക്ക് മാത്രമാണെങ്കിൽ ഇപ്പൊ ഒരു ചലഞ്ച് ചെയ്യുന്നത് ഏതാ, ഒരു മുട്ട നമ്മൾ ഉണ്ടാക്കുന്ന ചലഞ്ചാണെങ്കിൽ സാധാരണ പോലെ എങ്ങനെയാ, ഞാനൊരു മുട്ട എടുത്തു, പൊട്ടിച്ചു, എന്നിട്ട് ഞാൻ ഇതിങ്ങനെ എടുത്തു, ഓംപ്ലേറ്റ് അടിച്ചു, ഇവളും ആ സമയത്ത്. പക്ഷെ നേരെ മറിച്ച് വീഡിയോ ആയിട്ട് എടുക്കുന്ന ഇതാണ് ഒരു മുട്ട, ഈ മുട്ട പൊട്ടിച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും, ഇത് പറയുമ്പോൾ ഈ ഒരു എനർജി നമുക്ക് അവിടെ വരണം. അത് ഓട്ടോമാറ്റിക്കലി ക്യാമറ ഓൺ ആകുമ്പോൾ നമുക്ക് ഇത് വരുന്നുണ്ട്. മുന്നേ നമുക്ക് അങ്ങനെ ഇല്ല. അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയാണ്. അവര് ചലഞ്ചും അതും ഇതൊക്കെ എടുക്കും, എല്ലാം ഇങ്ങനെ അതിന് വേണ്ടി മസാല ചേർക്കുന്നത്. നമ്മളെല്ലാ പച്ചയായ സത്യങ്ങളും തുറന്നു പറയും. പക്ഷെ നമ്മൾ അല്ലാണ്ട് നമ്മൾ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ നമ്മളെ കയ്യിലൊരു ക്യാമറ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാലോ. നമ്മൾ ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫും ബാക്കി എല്ലാത്ത ലൈഫും അങ്ങ് പുറത്തു പോകുന്നത്, ഈ കേസെല്ലാം നമ്മൾ എടുക്കുന്നത് നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ. ഇപ്പൊ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാലും നമ്മൾ അത് തന്നെയാണ്, അതിന് മാറ്റമില്ല. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളോട് പറയുമ്പോ ചിരിച്ച് കളിച്ച് പറയുന്നു, അതിനുശേഷം മുതല് ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു, ഇവൾ അങ്ങോട്ട്, അങ്ങനെയല്ല. നമ്മള് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കേസാണ് ഈ യൂട്യൂബിൽ നിന്നുകൊണ്ട് നമുക്ക് ഇൻകം നമുക്ക് രണ്ടാക്കും എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള കേസസ് എല്ലാം. പക്ഷെ ഒരു കാര്യം പറയാം, യൂട്യൂബ് പോളിസി പ്രകാരം നമുക്ക് കിട്ടുന്ന ഇൻകം
നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ്. അപ്രോക്സിമേറ്റ് എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഇതിപ്പോ ഒരു ആണിനോട് അവന്റെ സാലറി ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് യൂട്യൂബിന്റെ റവന്യൂ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. അത് തമ്മിലൊരു ഇതില്ല. പോളിസി പ്രകാരം നമ്മൾ യൂട്യൂബിൽ പറയാൻ പാടില്ല. നമുക്കൊരു മോണിറ്റൈസേഷൻ എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെടണം ഗൈസ്. അതായത് നമ്മൾ ഇത് സിമ്പിൾ പരിപാടി ഒന്നല്ല. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ മില്യൺ വ്യൂസ് കിട്ടാനൊന്നും ഒരു പണിയുമില്ല. ഇല്ലില്ല, അത് നമ്മള് പാടില്ല. നല്ല രീതിയിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ ഇൻസ്റ്റയിൽ ഇഷ്ടം പോലെ വീഡിയോസ്, പ്ലാൻ പോലും ഇല്ലാത്ത വീഡിയോസ് തന്നെ മില്യൺസ് Just അടിക്കുന്നത്. ഇട്ടാ പക്ഷെ ചിലപ്പം കേറും. യൂട്യൂബ് അങ്ങനെയല്ല. യൂട്യൂബിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ പറഞ്ഞത് നിങ്ങൾ കഷ്ടപ്പെട്ടാല് നിങ്ങൾക്ക് പൈസ കിട്ടും. ഈ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട്, അത് ഓണാവണ്ടിക്കില്ല. അത്രയും നിങ്ങൾ കഷ്ടപ്പെടണം. അല്ലാണ്ട് ചില വീഡിയോസ് പറയുന്ന പോലെ തന്നെ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാം, ഈ നമുക്ക് strategy ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താൽ നമ്മൾ മോണിറ്റൈസേഷൻ ഇനേബിൾ ആവും. ഒന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിരന്തരമായിട്ട് വീഡിയോസ് ഇട്ട് നല്ല കോണ്ടന്റിന് മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് വാച്ചിങ് അവർ എത്രയധികം കൂടുന്നോ അത്രയും നല്ലതാണ്. മാക്സിമം ഈ ഒരു യൂട്യൂബിലായാലും നമ്മൾ കേറിയാലും കേറിയില്ലെങ്കിലും വീഡിയോസ് ഇടുക. പിന്നെ എന്താ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ട ആൾക്കാരൊക്കെ ഇത് നമ്മളെ face മോണിറ്റൈസേഷൻ പരിചയം. ആവണം എന്ന് വിചാരിച്ച് വീഡിയോസ് ഇടുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻസിഡൻസും കാര്യങ്ങളും നിങ്ങളെ ഹാപ്പിനെസ്സും എടുത്ത് അങ്ങ് ഇട്. നിങ്ങളിപ്പോ നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും അല്ലാണ്ട് നിങ്ങൾ ഒറ്റക്ക് ഞാൻ പാടുന്ന ഒരാളാണ് എന്ന് വിചാരിച്ച് നിൽക്കാണ്ട് കുറച്ച് ആൾക്കാരെ കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തുറന്നു വന്നിരിക്കുകയാണ് യൂട്യൂബ്. അതിലേക്ക് പോയിട്ട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ഉണ്ടല്ലോ, അതിനെക്കാട്ടും മൂല്യമുള്ള ഒന്നല്ല ഒരു വരുമാനവും ഒരു മോണിറ്റൈസേഷനും. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നമ്മൾ ഇന്നേ ഇവരെ കണ്ടിട്ടില്ലാത്ത കുറെ ആൾക്കാരുണ്ട് യൂട്യൂബിൽ. അവർക്കൊക്കെ നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാ അതിനൊരു ഇതില്ല. അവരെങ്ങനെയൊക്കെയോ കുറെ എങ്ങനെയൊക്കെയോ വന്നു, എങ്ങനെയൊക്കെയോ പൈസ വരുന്നു. വീഡിയോസ് ഇടുന്ന അവരെ ഫേസ് നമുക്ക് പരിചയം ഉണ്ടാവൂല. കാരണം നമ്മൾ കാണുന്നില്ല അവരെ, അതെ. അല്ലേ? പിന്നെ ഞാൻ പണ്ട് ചില ഇങ്ങനെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് ചില ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതല്ല കാണേണ്ടത്, അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നവരുണ്ട്. അത് നീ ശ്രദ്ധിച്ചില്ല? ഇങ്ങനത്തെ ഇതിലെല്ലാം സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ആണ് ഞാൻ എപ്പോഴും കാണുന്നയാ. നമുക്ക് ഒന്നിച്ച് മുന്നേറാം, ഒരുമിച്ച് കൂടെ നിൽക്കാൻ ആരുണ്ട്? ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഏതെങ്കിലും പഴയ സോങ്ങിൽ ഞാൻ ഇടയ്ക്കെടുത്ത് കാണുന്ന സമയത്ത് 2026 വന്നവരുണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിന്ന് വന്നവരുണ്ടോ, ചന്ദ്രനിൽ നിന്ന് വന്നവരുണ്ടോ, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോനെക്കാട്ടും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തത് ആ കമന്റ്സ് ആണ്. ഇപ്പൊ നമ്മളെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, അതുപോലെ തളർത്തുന്ന ഇപ്പോഴും തളർത്തുന്ന ആൾക്കാരുണ്ട്. അതിനെ കുറിച്ചുള്ള നിന്റെ ഒരു ഒപ്പീനിയൻ? സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം എന്നെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് നെഗറ്റീവ്സ് മാത്രമാണ്. ആരും നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ അത് ചെയ്തോ മക്കളെ, നിങ്ങൾ ഇത് ചെയ്തോ മക്കളെ, എന്തിന്? എന്റെ ഫാമിലി പോലും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ആദ്യത്തെ തവണയെല്ലാം അവര് വന്നത് ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണ് നോർമലി. കാരണം അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് തുടങ്ങിയിട്ട് ഇവളെ വീട്ടിൽ ഇതുവരെ ആരും വന്നിട്ടില്ല. പക്ഷെ അവര് നല്ല സപ്പോർട്ട് ചെയ്തു. എന്റേത് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് മേ ബി ശ്രദ്ധിക്കുന്നുണ്ടായി, ഇപ്പൊ എന്റെ ഫാദറോ മദറോ ആണെങ്കിൽ തന്നെ ഫസ്റ്റത്തെ ഷോർട്സിലെല്ലാം അവരായിരുന്നു രാജാവും രാജ്ഞികളും. പക്ഷെ ഇപ്പൊ എന്നാലും അവർ വിളിച്ചാൽ വരാണ്ടൊന്നുമില്ല. പക്ഷെ അവർക്ക് ഇപ്പൊ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ള ഒരു ഇത് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കുറച്ച് ഏജിലേക്ക് മാറിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ അതനുസരിച്ചുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസും അവർ നേരിടുന്നതുകൊണ്ട് ഇതില്ല. പോരാത്തതിന് ഈ നെഗറ്റീവ് ഓളികൾ വന്നിട്ട് ഇവരോട് പറയും. ഇപ്പൊ എന്നോടാണ് ഈ യൂട്യൂബിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് നീ എന്തിനാടാ ഇത് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 4 വാക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതേസമയം എന്റെ പാരന്റ്സിനൊക്കെ വന്നിട്ടും ഇവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് ഒരു കാര്യമില്ല, വെറുതെ ടൈം വേസ്റ്റ്, ഇങ്ങനെ പറഞ്ഞ അവരെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇൻജെക്ട് ചെയ്ത് ഇൻഫ്യൂസ്ഡ് ആക്കി. ആ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന അവരെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് അവരെന്തായാലും വലിയ രീതിയിൽ കാണിക്കില്ല. പക്ഷെ അവർക്ക് നമ്മൾ രണ്ടാളും ചെയ്യുന്നതിൽ അവർക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പോഴാ അവര് അപ്പുറത്തെ റൂമിലുണ്ട്, നമ്മൾ ഇപ്പുറത്തെ റൂമിലിരുന്ന് ചെയ്യുന്നു. അല്ലാണ്ട് ഇവളെ വിളിച്ചിട്ട് നീ അത് പോയി ചെയ്യും, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് നീ അങ്ങ് വന്നാട്ടെ ഇങ്ങ് വന്നാട്ടെ ഇത് എടുക്കണം പറയുന്നില്ല. അവരങ്ങനെ നമ്മളെ അതിന് ശല്യപ്പെടുത്താറില്ല. പിന്നെ ചില കേസസിൽ അവര് വന്നിട്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ലൈറ്റ് ഓണാക്കാനാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോ ക്യാമറ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് തരാനാണെങ്കിലും അവരെല്ലാം ചെയ്തു. എല്ലാ സംഭവം പഠിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മളെ അവരൊരിക്കലും നമ്മളെ ഫ്രണ്ട് എൻഡിലേക്ക് വരാൻ പെട്ടെന്ന് ഇപ്പം ആഗ്രഹിക്കുന്നില്ല, ഫ്യൂച്ചറിൽ മേ ബി ഉണ്ടാവാം.
പക്ഷെ ബാക്ക് എൻഡിലെ മെയിൻ വർക്കേഴ്സ് ആണത്. പിന്നെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നെഗറ്റീവ് അടിച്ച് ഇരുന്നോളൂ, നല്ലതാണ്. കാരണം ഇപ്പൊ നെഗറ്റീവ് കണ്ടന്റിനാണ് ഏറ്റവും കൂടുതൽ. കഴിവുള്ളവരെ കാണുമ്പം ഒരിത് കാണുമല്ലോ മുഖത്തേക്ക്. അതെ, അവരെ പറ്റി ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. എന്റെ പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. എന്റെ കൂടുതലും ഫ്രണ്ട്സും നിങ്ങൾക്ക് ഇപ്പൊ ഒരാള് പോലും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് വെച്ചോ, നിങ്ങൾക്ക് സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇവള് തന്നെ ഒരു സപ്പോർട്ടറാണ് ഈ ചാനലിന്. അതെങ്ങനെയാണെന്ന് അറിയാം, ഞാനിപ്പോ ഏതെങ്കിലും വീഡിയോ എടുത്തിട്ടാൽ തന്നെ കമന്റ് വരെ ഇവളതാ. കാരണം നമ്മള് ഈ വീഡിയോ ഇട്ടതിന് ശേഷം അപ്പാട് ഇട്ടു, അടുത്തത് വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഇതിന് ശേഷം കംപ്ലീറ്റ്ലി ഇരുന്നത് കാണും. കണ്ടിട്ട് നമ്മൾ തന്നെ ചില കേസ് കാണാൻ നമ്മൾ തന്നെ ചിരിക്കും. ആ ചിരി വരുന്നത് എന്താ വെച്ചാല് നമ്മൾ ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതായത് ആ വ്ളോഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ വ്ളോഗിൽ ഇങ്ങനെ പറഞ്ഞു പോയി, പിന്നീട് നമ്മളത് കാണുന്നില്ല. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും കാണും. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ആണ് യഥാർത്ഥ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്നോട് നെഗറ്റീവായിട്ട് പറയുന്നവര് ഉണ്ടാവുന്ന വെച്ചാൽ കുറവാണ്. പക്ഷെ എങ്കിലും പറയുന്നവരുണ്ട്, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്തൂടെ, ഇതൊന്നും എങ്ങും എത്തൂല, ഇതൊക്കെ എവിടെ എത്താനാണ്, നിങ്ങൾ എന്ന് ഇത് വച്ചോടിക്കാനാണ്. പിന്നെ കുറെ പേര് കളിയാക്കുന്നവരുണ്ട്, കുറെ നേടുന്നുണ്ടല്ലേ, കുറെ ഞാൻ പറയാതെ കുറേ നേടുന്നുണ്ട്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്യുന്നത് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ പിന്നീട് മുന്നേ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതൊന്നും കൊണ്ട് ഒരിക്കലും എങ്ങും എത്താൻ പോണില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ഇപ്പൊ മറുപടി ഒന്നും പറയാനില്ല. നമ്മള് സ്ക്രീനിൽ പലതും കാണിച്ച് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഈ പറയുന്നവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കല്ലേ. പുഷ്പ ഹീറോ ആണോ? ഹീറോ അല്ല, നമ്മളിങ്ങനെ പറഞ്ഞു വാദിച്ച് ജയിക്കുന്നതിനേക്കാളും നിങ്ങൾ വീഡിയോസിലൂടെ ഓരോരോ കാര്യങ്ങൾ കണ്ട് എന്ത് നേടി എന്ന് കാണാൻ പറ്റും അല്ലേ. ഇപ്പോഴായിരിക്കൂല, ചിലപ്പോ പതുക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് അതിൽ തന്നെ മനസ്സിലായത്, ഇപ്പം എത്രയോ ആൾക്കാർ നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എത്ര വിജയ് പറഞ്ഞ പോലെ തന്നെ അന്ന് നദി ഓടിക്കിട്ടേ ഇരിക്കണം. ഇപ്പം അത്രയാള് നെഗറ്റീവ് പറഞ്ഞാൽ കൂടിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പോലും അറിയാത്ത എത്രയോ പേരുണ്ട്. അത് നമുക്ക് ഇതിലൂടെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിലൂടെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ ഒരു ജോലി പോലെ തന്നെ. അതായത് എനിക്കിപ്പം മെയിൻ ഒരു ജോലി ഉണ്ട്, അതിന് പുറമെ ഒരു സൈഡായിട്ട് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നത് നമ്മൾ ഡെയിലി എന്തുകൊണ്ടാണ് ഇപ്പം വീഡിയോസ് വരുന്നത്? കാരണം നമുക്ക് ഇതൊരു ഇൻട്രസ്റ്റ് ആയി. കാരണം ഇന്നിപ്പോ നമ്മൾ ഇതിപ്പോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമാതിരി ആയിരിക്കും ഒരു മനസ്സിൽ തന്നെ. കാരണം എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞൊരു സന്തോഷമാണ്. പിന്നെ ജോലി കഴിഞ്ഞ് എല്ലാരും വന്ന് കട്ടിൽ കിടക്കുന്ന റീൽസ് വന്ന് യൂട്യൂബായിട്ട് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ തുടക്കക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ജോലി ഇല്ലാത്തവർക്ക് ഇതങ്ങ് എടുത്തങ്ങ് അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ പൈസ അങ്ങ് കൂടി. ഇല്ലില്ല, ഈ ജോലി ഇല്ലാത്തവർ കുറെ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ജോലി ഇല്ല എന്നാ നാളെ തൊട്ട് യൂട്യൂബ് തുടങ്ങാന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഈ നൂറ്റാണ്ടിലൊന്നും പച്ചപ്പിടിക്കില്ല. ഇതിന് ഇച്ചിരി സ്ലോയാ അല്ലേ. ഇട്ട ഉടനെ നിങ്ങൾക്ക് 1 മില്യൺ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം. ഒരു ചെടി മുളച്ച് മരം ആവണ്ടിക്കല് അത്രയും വർഷം പിടിക്കുന്നില്ലേ? അതുപോലെ തന്നെ അതിന് നല്ല നല്ല വളക്കൂറുള്ള വളം ഇട്ട് കൊടുക്കുന്നില്ലേ? അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വളരൂ. അത് ഏതാണെങ്കിലും അത് പക്ഷെ സ്ലോ പ്രോസസ്സാണ്. എല്ലാം പെട്ടെന്ന് വാങ്ങണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അധ്വാനിക്കണം, കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ യൂട്യൂബ് എന്തായാലും സക്സസ് വന്നിരിക്കും. 100% ഷുവറാണ്. ഇപ്പൊ തന്നില്ലെങ്കിലും ചിലപ്പോ നിങ്ങളൊരു 3-4 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾ ഭയങ്കര വലിയ സംഭവങ്ങളായി ഇനിയിപ്പോ സപ്പോസ് ഇവര് വിചാരിക്കുന്നുണ്ടാവും അതിന് നിങ്ങൾ സക്സസ് ആയി നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ സക്സസ് ആയി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ സക്സസ് ആണ്. കാരണം നമുക്കിപ്പോ ഒരു 2 വ്യൂസ് വന്നാൽ പോലും നമ്മൾ ഹാപ്പിയാ. കാരണം ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റയിലെല്ലാം എത്രയുണ്ട്. നമ്മൾ 0 വ്യൂസ് മാത്രം നിന്നിട്ട് ഇങ്ങനെ നോക്കിയ ആൾക്കാരായിരുന്നു. അതിൽ നിന്ന് 1 വ്യൂ വന്നിട്ട് കൂടി നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നെങ്കിൽ അത് തന്നെയാണ് നമ്മളെ വിക്ടറി. നമ്മൾ അങ്ങനെ പോയിട്ട് മറ്റേ ഇറക്കാൻ നിൽക്കില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവര് നമ്മളെ എന്തായാലും ഫോളോ ചെയ്തിരിക്കും. നിങ്ങൾക്ക് വ്ളോഗ്സ് ആണ് മനസ്സിലായി. സാധാരണ എല്ലാരും ഇല്ല, പലരും വ്ളോഗ്സിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ബട്ടൺ ഇങ്ങനെ അതൊക്കെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അടിച്ച് പഠിച്ച് നമ്മൾ ഇന്നേ വരെ ഒരു വീഡിയോസിൽ അത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ അങ്ങനത്തെ സാധനം എഡിറ്റ് ചെയ്യൂല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം. ഇനി സപ്പോസ് അത് ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മള്
ചില നമുക്ക് പ്രൊമോഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ അതില് എല്ലാം മാത്രം പെയ്ഡ് പ്രൊമോഷൻസ് അല്ല, നമ്മൾ മിക്കതും ഫ്രീ പ്രൊമോഷൻസ് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യലുള്ളൂ. അല്ലാത്ത കേസ് നമ്മൾ ഒരിക്കലും എടുക്കില്ല. കുറെ വന്നാലും നമ്മൾ എടുക്കലില്ല, നല്ലത് മാത്രം നോക്കിയിട്ട് എടുക്കും. ഇപ്പം തന്നെ ആകെ നമ്മൾ ഈ ചാനലിലാകെ ഇവിടെ യൂട്യൂബിൽ ചെയ്തിരുന്നു തോന്നുന്നുണ്ട് 2 മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വരുന്നുണ്ട്. ബാക്കിയെല്ലാം വരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ആ ജെന്യൂനിറ്റി ഫീൽ ചെയ്യണം. ഫീൽ ചെയ്താലും നമ്മളിപ്പോ ഫ്രീ ആയിട്ട് ആ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ച് പെയ്ഡ് പ്രൊമോഷൻ എടുക്കൂല എന്നല്ല, പെയ്ഡ് പ്രൊമോഷൻ എടുക്കും. കാരണം ഇതിനും സാധനങ്ങളും ലൈറ്റ് കാര്യങ്ങള് KSEB ബില്ല് ഇതെല്ലാം ജിക്കിളി വേണം. അതിപ്പോ ഞാനിപ്പം അപ്പം വിചാരിക്കാം, നീ ഇപ്പൊ എന്തായാലും സമ്പാദിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലോ, ഏത് കിട്ടുന്ന സാലറി, ആ സാലറി മോനെ കുടുംബം പോറ്റാനും കൂടി വേണം, ഒരു ഫാമിലി കൂടി ഉണ്ടെന്ന് ഓർക്കണം. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ ഇത് റണ്ണിങ് പ്രോസസ്സ് കൊണ്ടിരിക്കലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ചെലവുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ യൂട്യൂബിന്റെ ഒരു ജേണി. ഇപ്പം ദേവുവിനാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മളിപ്പോ 1 വർഷം ആവാനായത് കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ടായിരുന്നു. അത് നിങ്ങളോട് പങ്കുവെച്ചു. ഇനിയിപ്പം ഞാൻ പറയാനുള്ളത്, നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ഇങ്ങനത്തെ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരു കല്യാണം കഴിച്ച കപ്പിൾസ് ആണെങ്കിൽ വെറുതെ ഒരു ജോലി ചെയ്ത് പോയി തിരിച്ചു വന്നു ബാക്കിയുള്ള എൻജോയ്മെന്റ് ഇല്ലാന്ന് വിചാരിച്ച് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. കാരണം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പകുതി മുക്ക അടിയും വഴക്കും എല്ലാം കുറഞ്ഞു കിട്ടും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നതോ അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആക്കുന്നതോ കാര്യങ്ങളും മിക്കതും നമുക്ക് കുറഞ്ഞു കിട്ടും. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ, കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എപ്പോഴും ഹാപ്പിനെസ് എന്ന് പറഞ്ഞു നിൽക്കുന്നത്, നമുക്ക് ചിലപ്പോൾ സ്ട്രെസ് ആയിട്ടുള്ള സമയം ഉണ്ടാവും, നമുക്ക് ചിലപ്പം മൂഡ് ഔട്ട് ആയിട്ടുള്ള സമയം ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ ചെറിയ വഴക്കിടുന്ന സമയം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കും. ഈ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒരു 12 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഈ സമയമായിരിക്കും നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങ് വാനിഷ് ആയിട്ട് പോകും. അതാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ സോളോ ആയിട്ടാണെങ്കിലും കപ്പിളായിട്ടാണെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസും കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങിക്കോളൂ. സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്കെങ്കിലും തുടങ്ങുക. ഇപ്പൊ നെഗറ്റിവിറ്റി വരുന്നവരെയൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളെ കാര്യം നോക്കി ഹാപ്പി ആയിട്ട് പോവുക. അപ്പൊ ഗൈസ്, അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.